മിയ കിച്ചണിൽ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിരുന്ന റെസിപ്പി പൊതിച്ചോറിൻ്റെ റെസിപ്പി ആയിരുന്നു. അന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വെക്കേഷനിൽ നാട്ടിലാണ്, 3-ാം തീയതി തിരിച്ചു വരും എന്നുള്ളത്. അപ്പോൾ ഇന്നലെ രാത്രിയായിട്ടോ തിരിച്ചെത്തിയത്. ഇന്നിപ്പോൾ ഇവിടെ നേരം വെളുത്തു. അല്ലെങ്കിൽ മിയ കിച്ചണിൽ മിക്ക ദിവസം ഞാൻ റെസിപ്പികളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു 5 ആഴ്ചയായിട്ട് മിയ കിച്ചണിൽ അധികം റെസിപ്പികളൊന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഫ്രീ ആയി ഇങ്ങോട്ടേക്ക് തിരിച്ചെത്തിയില്ല. അപ്പോൾ ഇന്ന് ഇപ്പം എൻ്റെ ഡ്രസ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഓണത്തിൻ്റെ എന്തോ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. വലിയ സ്പെഷ്യലായിട്ടുള്ള റെസിപ്പി ഒന്നുമല്ല. ഓണത്തിന് നമ്മൾ സദ്യകളിലേക്ക് ഉണ്ടാക്കണം ഓലനാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓലൻ ഓണസദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കറിയാണ്. പിന്നെ സദ്യകളിൽ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് ഓലൻ. അപ്പോൾ ഇന്ന് നമുക്ക് ഓലൻ നല്ല ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും റെഡിയാക്കിയിട്ട് എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇനി നമുക്ക് ഓലൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് ഉണക്കപ്പയറും വേണം, കുമ്പളങ്ങയും വേണം. അത് രണ്ടാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 200 ഗ്രാം ഉണക്കപ്പയർ എടുത്തിട്ടുണ്ട്. ഈ ഉണക്കപ്പയർ ഞാനിവിടെ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ വൻപയറായിട്ട് എടുത്തേക്കുന്നത്. ചെറിയ ഉണക്കപ്പയറും കിട്ടും നമുക്ക് കടയിൽ നിന്ന്, വലിയ ടൈപ്പ് പയറും കിട്ടും. പക്ഷേ വലിയ ടൈപ്പ് പയറിനാട്ടോ ടേസ്റ്റ് കുറച്ചും കൂടി കൂടുതൽ. അപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ട് എടുക്കുക. കുതിർത്തിയിട്ട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോഴായിരിക്കും പയർ വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോഴും പയർ നല്ല സോഫ്റ്റായിട്ടിരിക്കുക. അപ്പോൾ ഈ പയർ വെള്ളത്തിലിടാൻ പോണേലും ഇപ്പോൾ ഇത്രയും ഉണ്ടായില്ല കേട്ടോ. ഇതിപ്പോൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട് സമയമില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കറിലിട്ടാലും നമുക്ക് വെന്ത് കിട്ടും. അല്ലെങ്കിൽ ഇപ്പോൾ നല്ല തിളച്ച വെള്ളത്തിൽ ഒരു 2 മണിക്കൂർ പയറിട്ട് വെച്ചാൽ മതി. അപ്പോഴേ എന്നാലും പയർ ഇതേപോലെ ഇങ്ങനെ സോഫ്റ്റായിട്ട് വരും. പക്ഷേ സമയം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ സമയം വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ട് എടുക്കുക. ഇത് ഞാനിപ്പോൾ തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ്. അപ്പോൾ നേരം വെളുത്തപ്പോഴേക്കും നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പയർ ഞാനിവിടെ 1 കപ്പ് പയറാണ് എടുത്തേക്കുന്നത്. 1 കപ്പ് പയറെന്ന് വയ്ക്കുമ്പോൾ മെഷറിംഗ് കപ്പിലാട്ടോ 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് പയറാണ് എടുത്തേക്കുന്നത്. 1 കപ്പ് പയർ എടുക്കുമ്പോൾ അതൊരു 200 ഗ്രാം പയറുണ്ടാവും. അപ്പോൾ പയർ അങ്ങോട്ട് നീക്കി വയ്ക്കുക. പിന്നെ വേണ്ടത് കുമ്പളങ്ങയാണ്. കുമ്പളങ്ങ എടുക്കുമ്പോൾ അധികം മൂക്കാത്ത കുമ്പളങ്ങ ഇട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുമ്പളങ്ങയ്ക്കായിരിക്കും കേട്ടോ ടേസ്റ്റ് കൂടുതൽ. അത് ഇപ്പോൾ നമ്മളിപ്പോൾ എന്ത് കറി വയ്ക്കുമ്പോഴായിരുന്നാലും കുമ്പളങ്ങ വെച്ചിട്ട് കറി വയ്ക്കുമ്പോൾ അധികം മൂക്കാത്ത കുമ്പളങ്ങ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഇതിപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് മൂക്കാത്ത കുമ്പളങ്ങയല്ല കേട്ടോ. പക്ഷേ നാട്ടിലേക്ക് നല്ല ഇളവൻ കുമ്പളങ്ങ എന്ന് പറഞ്ഞിട്ട് നല്ല അധികം മൂക്കാത്ത കിട്ടും. അതിൻ്റെ ഉള്ള കുരുവൊന്നും അധികം മൂത്തിട്ടുണ്ടാവില്ല. അപ്പോൾ കുമ്പളങ്ങ ഞാനിവിടെ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. കുമ്പളങ്ങ 750 ഗ്രാം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. കാരണം ഉണക്കപ്പയറിനേക്കാളും കുറച്ച് അത്യാവശ്യം നന്നായിട്ട് കൂടിയിട്ടിരിക്കണം കുമ്പളങ്ങ. പിന്നെ കുമ്പളങ്ങ കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ ഇങ്ങനെ നല്ല കനം കുറച്ചിട്ട് ഒന്ന് നൈസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇത് ഞാനിവിടെ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുമ്പളങ്ങയും. പിന്നെ അതിലേക്ക് നമുക്ക് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ചേർക്കാം. പിന്നെ സാധാരണ നമ്മൾ കറിയിലേക്കൊക്കെ ചേർക്കണ ഇഞ്ചി, സവോള, വെളുത്തുള്ളി, മസാലപ്പൊടികൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർക്കില്ല കേട്ടോ. അപ്പോൾ പച്ചമുളക് ഇപ്പോൾ എന്തോരം എരിവ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എത്ര പച്ചമുളക് എടുത്തിട്ടുണ്ട്? ഞാനിവിടെ ഒരു 7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ പച്ചമുളക് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളക് കേട്ടോ. ഇതൊന്ന് കീറിയിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. കീറിയിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ചേർക്കില്ലേ, അങ്ങനെ ചേർക്കാം. പിന്നെ അതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ അത്യാവശ്യം നല്ല കൊഴുപ്പുള്ള തേങ്ങാപ്പാൽ ചേർക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ തേങ്ങ എടുത്തിട്ട് പിഴിഞ്ഞിട്ട് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ 2ാം പാൽ ഞാനിവിടെ ഒരു 2 കപ്പ്, 1ാം പാൽ 1 കപ്പ് തേങ്ങാപ്പാലുണ്ട്. അത് 1ാം പാലെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, തേങ്ങ പിഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് പിഴിഞ്ഞിട്ട് നല്ല കട്ടിയുള്ള പാലെടുക്കില്ലേ, ആ പാലാണ് 1ാം പാൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ തേങ്ങാപ്പീരയിലേക്ക് ബാക്കി നമ്മൾ പിഴിഞ്ഞെടുക്കുന്ന തേങ്ങാപ്പീര ഉണ്ടാവുമല്ലോ, ആ തേങ്ങാപ്പീരയിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട്, അപ്പോൾ നിങ്ങളൊരു ഏകദേശം ഒരു 2.5 ഗ്ലാസ് വെള്ളം ചേർത്താൽ മതി. കാരണം ഇതിലേക്ക് നമുക്ക് അതിന് കൂടുതൽ തേങ്ങാപ്പാൽ ആവശ്യമില്ല. എന്നിട്ട് ആ തേങ്ങാപ്പീരയിലേക്ക് 2.5 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് 2ാമത് പിഴിഞ്ഞെടുക്കുന്ന പാലാണ് 2ാം പാൽ. ഈ പാലിന് കട്ടി കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെ 2 പാലായിട്ട് തിരിച്ചിട്ടെടുക്കണം. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പയറൊന്ന് വേവിച്ചിട്ട് ഇടുക. അപ്പോൾ പയർ വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കർ ഇടുക. ഇത് പുതിയ കുക്കറാട്ടോ, ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുക്കറാണത്. കല്ലുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഈ ഉണക്കപ്പയറിലേക്കും ചിലപ്പോൾ കല്ലുണ്ടാവും. ഇതിലേക്ക് വെള്ളം ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഇതേപോലത്തെ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. ജസ്റ്റ് പയറൊന്നും അങ്ങോട്ട് മുങ്ങി നിന്നാൽ മതി. കാരണം കുതിർത്തേക്കണ പയറായതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് വെള്ളമൊന്നും ആവശ്യമില്ല. ഈ തീ ഓണാക്കാം. തീ ഞാനിവിടെ നന്നായിട്ട് കൂട്ടിയിട്ട് തന്നെയാണ് വെച്ചേക്കുന്നത്. ഒറ്റ വിസിൽ മതി കേട്ടോ. പുതിയ കുക്കറാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിൻ്റെ ശരിക്കും അടയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടാണ്. ഇപ്പോൾ കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് ആവി മുഴുവനും പോയിട്ടുണ്ട്.
അപ്പോൾ പയർ വെന്തിട്ടുണ്ട് കേട്ടോ. പയർ വെന്ത് ഉടഞ്ഞു പോയിട്ടില്ല, ഇതേപോലെ എടുക്കണം. അപ്പോൾ ഒരു വിസലിൽ കൂടുതൽ വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പയർ ആകെ വെന്ത് ഉടഞ്ഞു പോകും. ഇനി നമുക്ക് ഓലൻ വെക്കാൻ വേണ്ടിയിട്ട് ഈ കുക്കറിൽ തന്നെ വെക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാനിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് പകർത്തിയിട്ടോ, വേറെ പാത്രത്തിലാണ് വെക്കുന്നത്. പക്ഷെ അങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് കുക്കറാകുമ്പോൾ ചിലപ്പോൾ കാണാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഞാനിവിടെ വേറൊരു പാത്രത്തിലേക്ക് പകർത്താൻ വേണ്ടിയിട്ട് പോകാട്ടോ. അപ്പോൾ ഇതിനകത്ത് ഈ പയർ വെന്ത് കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളമുണ്ട്. കാരണം ഒരുപാട് വെള്ളം നമ്മൾ പയർ വേവിക്കുന്ന സമയത്ത് ചേർക്കരുത് കേട്ടോ. കാരണം നമുക്ക് കുറേ വെള്ളം ആവശ്യമില്ല. ഇതിലേക്ക് നമുക്ക് ഇനി തേങ്ങാപ്പാലും ചേർക്കണം. അപ്പോൾ കുറേ വെള്ളം ഒഴിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തേങ്ങാപ്പാൽ അതനുസരിച്ച് ചേർക്കാനും പറ്റില്ല. പിന്നെ നമ്മൾ വെള്ളം വറ്റിച്ച് വരുമ്പോഴേക്കും പയറൊക്കെ വെന്ത് ഉടഞ്ഞ് പോയിട്ടുണ്ടാവും. ഇതിലേക്ക് കുമ്പളങ്ങ ചേർക്കാം. കുമ്പളങ്ങ ഞാനിവിടെ ഓൾറെഡി കഴുകിയൊക്കെ വെച്ചേക്കുന്നതാണ്. കുമ്പളങ്ങ ഒരു സമയത്തും ഇതേപോലെ നന്നാക്കിയിട്ടുണ്ടെങ്കിൽ വെള്ളത്തിലിട്ട് വെക്കരുത് കേട്ടോ. ഈ പച്ചമുളക് ചേർക്കാം. പച്ചമുളക് ഇപ്പോൾ ഞാനിവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, 7 പച്ചമുളകിന് എടുത്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. അപ്പോൾ നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് പച്ചമുളക് കൂടുതൽ ചേർക്കാം. ഇത് ചെറിയ പച്ചമുളകാണെങ്കിലും ഈ പച്ചമുളകിന് നല്ല എരിവുണ്ട് കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ചിലർ ഓലൻ വയ്ക്കുമ്പോൾ ഉപ്പ് ചേർക്കാറില്ല കേട്ടോ. എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യുക. ഈ കയ്യിൽ ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ നിന്ന് വന്നപ്പോൾ പുതിയത് കൊണ്ടുവന്ന കേട്ടോ. തൃശ്ശൂർ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ് ഈ കയ്യിൽ. സെപ്പറേറ്റ് വെള്ളം ചേർക്കണില്ല. കാരണം ഈ കുമ്പളങ്ങ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ കുമ്പളങ്ങയുടെ ഉള്ളിൽ നിന്നും അത്യാവശ്യം നന്നായിട്ട് വെള്ളം വരും. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ നമ്മുടെ പയർ വേവിച്ചിട്ട് എടുത്തപ്പോൾ ഇതിനകത്തും കുറച്ച് വെള്ളം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വെള്ളം സെപ്പറേറ്റ് ചേർക്കണ്ട. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഇതും കൂടിയിട്ട് കുമ്പളങ്ങയും കൂടിയിട്ട് നമുക്ക് വെന്ത് കിട്ടണമല്ലോ. ഇതും കൂടിയിട്ടൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് നമുക്ക് രണ്ടാം പാൽ ചേർക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ പയറിൻ്റെ ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഈ കുമ്പളങ്ങ അങ്ങോട്ട് വേവുമ്പോൾ ഈ കുമ്പളങ്ങയ്ക്ക് ആയിരുന്നാലും ആ പയറിൻ്റെ ഒരു നല്ല ടേസ്റ്റൊക്കെ കിട്ടും. ഇനി മൂടി വയ്ക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇനി ഒന്ന് തുറന്നു നോക്കട്ടെ കേട്ടോ. ഇപ്പോൾ ഇത് കറി ഞാനിവിടെ മൂടി വെച്ചിട്ട് ഒരു 5 അല്ലെങ്കിൽ ഒരു 6 മിനിറ്റിൻ്റെ അടുത്തായിട്ടുണ്ട്. പിന്നെ ഈ കുമ്പളങ്ങ നമ്മൾ നല്ല കനം കുറച്ചിട്ടുള്ള അരിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുമ്പളങ്ങയും പെട്ടെന്ന് വേവും. ഇപ്പോൾ കുമ്പളങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി കറി ഞാനിവിടെ മൂടി വയ്ക്കണില്ല, തുറന്ന് വെച്ചിട്ട് ഈ പയറിൽ കുറച്ചും കൂടി വെള്ളമുണ്ട്. ആ വെള്ളം ഒന്ന് വറ്റിച്ച് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് രണ്ടാം പാൽ ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ കറിയിൽ ഈ ചാറൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇതേപോലെ നന്നായിട്ട് വറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് രണ്ടാം പാൽ ചേർക്കാം. അപ്പോൾ രണ്ടാം പാൽ ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു 2.25 ഗ്ലാസ് അല്ലെങ്കിൽ ഒരു 2.5 ഗ്ലാസ്, അതിൽ കൂടുതൽ ഒട്ടും കൂടണ്ട. കാരണം ഈ കറി നമ്മൾ ചെറുതായിട്ട് ഒന്ന് തിക്കായിട്ട് എടുക്കണം. ഭയങ്കര വെള്ളം പോലെ എടുക്കില്ല. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള തേങ്ങാപ്പാൽ എടുക്കണം. കാരണം അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ കുറേ വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തേങ്ങാപ്പാൽ മുഴുവനും നമുക്ക് ആ കറിയിൽ ചേർക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ നമ്മുടെ കറിക്ക് ആയിരുന്നാലും നമ്മൾ ആ വിചാരിക്കുന്ന ടേസ്റ്റ് കിട്ടുകയും ചെയ്യില്ല. അപ്പോൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീ കുറച്ച് വയ്ക്കേണ്ട, തീ നന്നായിട്ട് കൂട്ടി തന്നെ വയ്ക്കുക. ഇനി കറി നന്നായിട്ടൊന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ചേർക്കാം. തീ നന്നായിട്ട് കൂട്ടി തന്നെ വയ്ക്കുക. ഇനി കറി മൂടി വയ്ക്കരുത് കേട്ടോ, തുറന്ന് തന്നെ വെച്ചാൽ മതി. കാരണം കുമ്പളങ്ങയൊക്കെ ഓൾറെഡി വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ കറിയുടെ ഈ ചാറാണ് ശരിക്കും ഒന്ന് അങ്ങോട്ട് ശരിയാക്കിയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഒന്നങ്ങോട്ട് തിക്കായിക്കോട്ടെ. ഇനിയിപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട, ഇതിപ്പോൾ നമ്മളിപ്പോൾ രണ്ടാം പാൽ 2.5 ഗ്ലാസ് ചേർത്തല്ലോ, ഇതിപ്പോൾ എന്തെങ്കിലും 2.5 ഗ്ലാസ് ചേർത്ത് 1 ഗ്ലാസ് ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിയുടെ ചാറ് പെട്ടെന്ന് അങ്ങോട്ട് തിക്കായിട്ട് വരില്ലേ എന്ന് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട. പക്ഷേ ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് കറി ഇങ്ങനെ കുറച്ച് നേരം തിളയ്ക്കണം. അപ്പോഴായിരിക്കും ആ കറിയുടെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 2.5 ഗ്ലാസ് തേങ്ങാപ്പാൽ എടുത്തത്. തേങ്ങാപ്പാലൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. കറിയുടെ കളറായിരുന്നാലും കുറച്ചും കൂടി നല്ലൊരു പിങ്ക് കളറായി വന്നിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് വറ്റിക്കോട്ടെ. ഇതേപോലെ ഇങ്ങനെ വറ്റിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ. ഇത് ഏകദേശം ഇങ്ങനെ വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റിൻ്റെ അടുത്ത് എടുക്കും. അതാണ് ഈ കറിയിൽ നമുക്ക് കൂടുതൽ സമയം എടുക്കുന്നത്. പയർ നമുക്ക് കുതിർത്തി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കറിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു 3-4 മിനിറ്റിനുള്ള കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് വിസിൽ വരും. പയർ പെട്ടെന്ന് വേവിച്ചിട്ടെടുക്കും. പക്ഷേ ഇതേപോലെ തേങ്ങാപ്പാലിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. ഇപ്പോൾ കറിയുടെ കളറായിരുന്നാലും നല്ല ഭംഗിയിൽ വരണുണ്ടല്ലേ. ഇപ്പോൾ ഏകദേശം ഒരിത് നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ചാറ് ഈ കഷ്ണങ്ങളുടെ കൂടെ അങ്ങോട്ട് ചേർന്ന് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ അങ്ങോട്ട് ചേർന്ന് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ
ഒന്നാം പാൽ ചേർക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ഒന്നാം പാൽ ചേർക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഒന്നാം പാൽ ഞാനിവിടെ 1 ഗ്ലാസ് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. ഇത് നന്നായിട്ട് കൂട്ടി തന്നെ വയ്ക്കുക. ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞിട്ട് കറി ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യുക. പിന്നെ കറി ഇരുന്നിട്ടായിരുന്നാലും ഒന്നും കൂടി ഒന്ന് കുറുകി വരികയും ചെയ്യും. നന്നായിട്ടൊരു തള വന്നു കഴിയുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക. അപ്പോൾ അത്യാവശ്യം നല്ല വലിയ തളയൊക്കെ വരണില്ലേ സൈഡിലെ, ഇതിൻ്റെ സെൻറ്ററിലായിരുന്നാലും ചെറിയ ചെറിയ തളകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും കണ്ട് തിളച്ചാൽ മതി. സൈഡിലേക്ക് നല്ല തള വരുന്നുണ്ട്. ഈ തീ ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഓലൻ റെഡി ആയിട്ടുണ്ട്. ഈ കറി ഒന്ന് ഇരുന്ന് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വരും. പിന്നെ ഇതിലേക്ക് നമ്മൾ സാധാരണ കറികളിലൊക്കെ താളിച്ച് ചേർക്കണ പോലെ താളിച്ചൊന്നും ചേർക്കില്ല. ഇത്രയ്ക്കേ ഉള്ളൂ കേട്ടോ ഈ കറി. ഇത്രയ്ക്കേ അതിനകത്ത് ചെയ്യുള്ളൂ. ഇതിൻ്റെ ടേസ്റ്റ് നോട്ടെ. സാധനങ്ങൾ കുറച്ച് ചേർത്തിട്ടുള്ളെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കാരണം തേങ്ങാപ്പാലിട്ടിട്ടാണല്ലോ വേവിച്ചിട്ട് എടുത്തേക്കുന്നത്. നല്ല രസമുണ്ട്. എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ കറി ഒന്നും കൂടി നോക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ചെറുതായിട്ടൊന്ന് തിക്കായിട്ടുണ്ടാവും. അപ്പോൾ കറി ഞാനിവിടെ മൂടി വയ്ക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഓണസദ്യക്കുള്ള ഓലൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കറി ഒന്ന് ഇരുന്ന് കഴിയുമ്പോൾ ചെറുതായിട്ട് ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വരുന്നത്. അപ്പോൾ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും കറിക്ക് അത്യാവശ്യം നല്ല ചൂടുണ്ട്. അപ്പോൾ ഓലൻ്റെ പരുവം എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കറിയൊന്നും തുറന്നാൽ മതി കേട്ടോ, എന്നിട്ട് പറയാൻ പരുവം. നല്ല മണം വരുന്നുണ്ട്. ഈ കറിയിലേക്ക് നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ തന്നെ നല്ലൊരു മണമുണ്ട്. പിന്നെ കറിയുടെ കളറ് നല്ലൊരു പിങ്ക് കളറാണ്. പിന്നെ ഈ കറിയിൽ കറിവേപ്പിലയുടെ ഒരു കുറവുണ്ട് കേട്ടോ. കറിവേപ്പില കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിവേപ്പില ചേർക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമ്മുടെ ഓലൻ്റെ പരുവം എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഭയങ്കര കട്ടിയായിട്ട് ഇരിക്കുകയും ചെയ്യരുത്, എന്നാൽ ഭയങ്കര വെള്ളം പോലെ ഇരിക്കുകയും ചെയ്യരുത്. ഇലയിൽ നമ്മൾ കറി വയ്ക്കുമ്പോൾ വെള്ളം പോലെ കറി ഇങ്ങനെ ഒലിച്ച് പോകാണ്ട് ഇലയിൽ തന്നെ ഇരിക്കണം. അതാട്ടോ ഓലൻ്റെ പരുവം. അപ്പോൾ ഈ കറി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് പകർത്താം. അപ്പോൾ നിങ്ങൾ ഓണത്തിന് ഇതേപോലെ ഓലൻ റെഡിയാക്കിയിട്ട് നോക്കാം. ഓലൻ ഇഷ്ടമില്ലാത്തവർക്കും ഇതേപോലെ കറി റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ഇഷ്ടമായിരിക്കും. പിന്നെ ഇതേപോലെ നമ്മൾ കറിക്ക് വെക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാൽ വെക്കണം കേട്ടോ. അപ്പോഴായിരിക്കും ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുക. ടിൻപാലിലൊന്നും ശരിക്കും നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് കിട്ടില്ലല്ലോ. അപ്പോൾ കഴിയുന്നതും ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാലിൽ, അത് ഓണസദ്യക്കുള്ള എന്ത് കറികൾ ഉണ്ടാക്കുമ്പോഴായിരുന്നാലും തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാൽ ചേർക്കാം. അപ്പോൾ ഈ കറി നമുക്കൊരു സെർവിങ്. അപ്പോൾ നമ്മുടെ ഓലൻ്റെ പരുവം ഇതാട്ടോ. ഈ കറി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് പകർത്താം. നമ്മുടെ ഓണസദ്യക്കുള്ള ഓലൻ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാനൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഓണത്തിന് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി വേറെ പുതിയൊരു ഓണത്തിൻ്റെ റെസിപ്പി ആയിട്ട് നാളെ വരാം. അപ്പോൾ മിയാ കിച്ചൻ്റെ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിയാ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ വീഡിയോസിൽ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നാളെ നമുക്ക് വേറൊരു പുതിയ റെസിപ്പി ആയിട്ട് വരാം.